ഹായ് എവരിവൺ, ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഒരു ചായയൊക്കെ തിളയ്ക്കുന്ന സമയം മാത്രം മതി ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 10-15 മിനിറ്റൊക്കെ തന്നെ ധാരാളം ഇത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് തന്നെയാണിത്. റവ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു സ്നാക്ക് നല്ല കേക്ക് പോലെ സ്പോഞ്ചും സോഫ്റ്റും ഒക്കെയാണ്. ഇത് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതാ ഒരു ഇഡ്ഡലി പാത്രം നമ്മൾ ഇഡ്ഡലി തയ്യാറാക്കാനായിട്ട് വയ്ക്കുന്ന പോലെ തന്നെ ഏകദേശം ഒരു 2-2.5 കപ്പോളം വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് ചൂടാവുന്ന സമയത്തിന് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പോളം തേങ്ങ. അത്യാവശ്യം മധുരം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് തന്നെ പഞ്ചസാര എടുക്കുന്നതായിരിക്കും നല്ലത്. എനിക്കിപ്പം മധുരം അല്പം കുറച്ചാണ് കിട്ടിയിട്ടുള്ളത്. ഞാനിതെല്ലാം മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കണം. മുട്ട എടുക്കുമ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ ആയിരിക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതിയാവും. 1 നുള്ളു ഉപ്പ് കൂടി ചേർക്കാം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം പാലാണ് ചേർക്കുന്നത്. പാല് അല്പാൽപമായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയ ശേഷം ആ ചൂടൊന്നും മാറിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതിയാവും. ചൂടോടുകൂടിയും ചേർത്ത് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ചേർത്ത് കൊടുത്താൽ ഈ ഒരു ബാറ്ററിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും. ഞാനിപ്പോൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് ഇത് ഇളക്കിയെടുക്കുന്നത്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ക്ലോക്ക് വൈസ് ആയിട്ടോ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടോ ഇളക്കി കൊടുക്കുക. ഇതിലേക്കിനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 4-5 ഏലക്ക നന്നായിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് ഏലക്ക പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ഇളക്കിയെടുക്കുന്ന സമയത്ത് അത്യാവശ്യം റവ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ടിയാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനൊരല്പം പാല് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളം പാലാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. നിങ്ങളതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഏകദേശം ഒരു ഇഡ്ഡലി ബാറ്ററിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ആവണം. ഇനി ഇതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കണം. അതായത് നമ്മുടെ സോഡാപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്താൽ മതിയാവും. ബേക്കിംഗ് സോഡ ഈ ബാറ്ററിൻ്റെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇത് ഇഡ്ഡലി തട്ടിലേക്ക് കോരി ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ബേക്കിംഗ് സോഡ ചേർക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഒരല്പം നട്ട്സും കിസ്മിസും ഒക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സാണോ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നട്ട്സൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ അല്ലാതെയും ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഡയറക്റ്റായിട്ട് തന്നെ ഇഡ്ഡലി തട്ടിലേക്ക് എണ്ണയോ നെയ്യോ പുരട്ടിയ ശേഷം നമുക്ക് മാവ് കോരി ഒഴിച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിതിപ്പോൾ പെട്ടെന്നൊന്ന് ഇളകി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ തട്ടിലേക്ക് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ബാറ്റർ കോരി ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിലങ്ങ് ഒരുപാട് ഫില്ല് ചെയ്ത് കൊടുക്കണ്ട, അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് പൊങ്ങിപ്പോവും. അത്യാവശ്യം ഓരോ കുഴിയും ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഒരുപാട് ഈവനിങ് സ്നാക്ക് റെസിപ്പീസും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസും ഷോർട്ട്സായും ലോങ് വീഡിയോയും ഒക്കെ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണൂ കേട്ടോ. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ. ഞാനിതാ ഇതിപ്പോൾ എല്ലാം ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ഒരല്പം നട്ട്സും കിസ്മിസും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഇഡ്ഡലിയൊക്കെ വെക്കുന്നത് പോലെ ഒരു 5-6 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ടാവും. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് 2-3 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക, ഒന്ന് തണുക്കട്ടെ. ഒരു ചായ ഉണ്ടാക്കാനായിട്ട് വെച്ച ശേഷം നമുക്കതൊന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ ഇതുണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെയധികം ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റവ കൊണ്ടുള്ള ഒരു കേക്ക് തന്നെയാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ആ ഒരു ടെക്സ്ചറും ടേസ്റ്റും എല്ലാം ആ ഒരു കേക്കിൻ്റെ പോലെ തന്നെയാണ്. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇനിയും ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഞാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം വളരെയധികം ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി വെക്കാൻ മറക്കണ്ട കേട്ടോ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.